ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രൊഫൈൽ എൽ ഇ ഡി എടുക്കുന്ന വാട്ട്സ് ഒരു പെർ മീറ്ററിന്, അതായത് ഒരു മീറ്ററിന് എത്ര വാട്ട്സ് എടുക്കും, അതുകൂടാതെ ആംബിയർ വരുന്ന രീതിയിൽ എങ്ങനെ അതിൻ്റെ അഡാപ്റ്ററൊക്കെ നമുക്ക് വേണ്ടി വരുന്ന ഡീറ്റെയിൽസാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പ്രൊഫൈൽ എൽ ഇ ഡി വരുന്നത്. അതായത് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ സ്ട്രിപ്പല്ല, പണ്ടത്തെ സ്ട്രിപ്പിനേക്കാളും കുറച്ചുകൂടി വളരെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന എൽ ഇ ഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ അകത്ത് വരുന്ന എൽ ഇ ഡി സ്ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കണ്ടോ, ഈ കാണുന്ന ജസ്റ്റ് ആ നീല വരുന്ന ബാക്കിൽ അത് പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് പശ വരുന്നത്, കണ്ടോ, ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അത് എവിടെയാണ് നമുക്ക് വേണ്ടത്? അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആ പറയുന്ന ആ നീല വരുന്ന സ്റ്റിക്കർ ബാക്കിൽ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കുന്ന രീതിയിലാണ് പ്രൊഫൈൽ എൽ ഇ ഡി വരുന്നത്. ഇനി ഇതിനെ നോക്കി അറിയാൻ പറ്റും, ഇതിൻ്റെ പ്ലസ് മൈനസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ. അത് ജസ്റ്റ് നിങ്ങൾ നോക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 12 വോൾട്ട് DC പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മുകളിൽ കാണുന്ന ആ ചെറിയ ഡോട്ട് കണ്ടോ, അവിടെയാണ് പ്ലസ്. പിന്നെ താഴെ കണ്ട ആ തൊട്ട് താഴെ തന്നെ മൈനസും കാണിച്ചിട്ടുണ്ടാവും. അവിടെയാണ് പ്ലസ് വോൾട്ടേജും മൈനസ് വോൾട്ടേജും 12 വോൾട്ട് നമ്മൾ കൊടുക്കേണ്ടത്, DC വോൾട്ടേജ് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ 3 എൽ ഇ ഡി കഴിയുന്ന സമയത്താണ് ഓരോ ഡോട്ട് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 12 വോൾട്ട് നമ്മൾ കൊടുക്കുന്നത് 3 LED വെച്ചിട്ട് സീരീസാണ് വരുന്നത്. ആ സീരീസ് 3 LED കഴിഞ്ഞ് പിന്നെ അടുത്ത് പാരലായിട്ട് വരുന്നു. അപ്പോൾ ഇത് നോക്കി അറിയാൻ പറ്റും അതിൻ്റെ വാട്ട്സ് കണ്ടോ. അതായത് ഒരു മീറ്ററിൽ പെർ മീറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് കണ്ടോ 24 വാട്ടാണ് ഒരു മീറ്ററിൽ ഈ പറയുന്ന LED സ്ട്രിപ്പ് അല്ലെങ്കിൽ പ്രൊഫൈൽ LED എടുക്കുന്ന സ്ട്രിപ്പ് എടുക്കുന്ന വാട്ട്സ്. അതായത് ഒരു മീറ്ററിൽ നമ്മൾ വരുന്നത് 24 വാട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മിനിമം 12 വോൾട്ടിൻ്റെ നമ്മൾ അഡാപ്റ്ററാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു മീറ്ററിന് ഏറ്റവും കുറഞ്ഞത് 2 ആംബിയറെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. അതായത് 12 വോൾട്ട് ഇൻറ്റു 2 ആംബിയർ, അതായത് 2 ആംബിയർ എന്ന് ഉദ്ദേശിക്കുന്നത് 24 വാട്ട്സ്. അതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മീറ്ററിൽ മിനിമം നമ്മൾ 2 ആംബിയറിന് അഡാപ്റ്ററെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ അഡാപ്റ്റർ അല്ലെങ്കിൽ SMBS കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 ആംബിയർ ഒന്നും അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, 300 വാട്ട്സിൻ്റെ, അതായത് 25 ആംബിയറാണ് വരുന്നത്. 25 ആംബിയർ വരാത്ത രീതിയിലുള്ള അത് ലെങ്ത്ത് കൂടുന്നതനുസരിച്ചിട്ട് 5 മീറ്ററോ അല്ലെങ്കിൽ 10 മീറ്ററോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മളൊരു 12 മീറ്റർ നമ്മൾ ഒന്നിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. 12 മീറ്റർ ആകുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ 12 മീറ്റർ ഇൻറ്റു എന്ന് പറയുന്ന സമയത്ത് ഇൻറ്റു 12 വോൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോട്ടൽ 288 വാട്ട്സ് വരുന്നുണ്ടാവും. അപ്പോൾ അതിന് 300 വാട്ട്സിൻ്റെ നമ്മൾ SMBS അല്ലെങ്കിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് കൊടുക്കണമെന്നില്ല, ഒരു 6 വരാവുന്ന രീതിയിൽ, ഒരു 6 മീറ്റർ വരാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു 5 മീറ്റർ വരാവുന്ന രീതിയിൽ ഒരു സെക്ഷൻ, 5 മീറ്റർ വരാവുന്ന രീതിയിൽ അടുത്ത സെക്ഷൻ, അങ്ങനെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മളതിന് കൊടുത്തതിന് ശേഷമുള്ള ഫൈനൽ ടച്ചാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഒരു കബോർഡിൻ്റെ അകത്ത് പ്രൊഫൈൽ LED കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ LED വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര വാട്ട്സ് ആണ് എടുക്കുന്നതിന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 12 വോൾട്ട് 24 വാട്ട്സ് ആണ് ഒരു മീറ്ററിൽ നമ്മൾ പ്രൊഫൈൽ LED എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ.